ഇഷാൻ, ഗാന്ധിയുടെ വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നാണ് ഹരിജൻ. ഹരിജൻ ഏതു ഭാഷയിലായിരുന്നു എന്ന് പറയാം? ഗുജറാത്തി. ഹരിജൻ ഇംഗ്ലീഷ് ഭാഷയിൽ. ഏതാ ഭാഷ? ഇംഗ്ലീഷ്. ഓക്കെ. മഹാത്മാഗാന്ധി ഒരാൾ വിശേഷിപ്പിച്ചതാണ് ഗാന്ധി എൻ്റെ ഒറ്റയാൾ പട്ടാളമാണെന്ന്. ആരാണ് ഗാന്ധി അങ്ങനെ വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏത് സമയത്തായിരിക്കും? ഇന്ത്യയുടെ കലാപം ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ച മൗണ്ട് ബാറ്റനാണ് അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ. അങ്ങനെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഗാന്ധി വെടിയേറ്റ് വീണത് എവിടെയാണെന്ന് കൃത്യം അറിയാലോ? ബിർള മന്ദിർ, 48 ജനുവരി 30. ഇപ്പോൾ ആ ബിർള മന്ദിറിന്റെ പേരെന്താണെന്നറിയോ? എന്താ? കേൾക്കുന്നില്ല. ഗാന്ധിയൻ ഹൗസ് അല്ല, ഗാന്ധി സ്മൃതി. എന്താ പേര്? ഗാന്ധി സ്മൃതി. ഗാന്ധി പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി തന്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ തവണ ജയിലിൽ കിടന്നത് എവിടെയാണെന്ന് പറയാം? യെസ്, പൂനെയിലെ യർവാദ ജയിലിലാണ്. 5 തവണ പൂനെയിലെ യർവാദ ജയിലിൽ ഗാന്ധി കിടന്നിട്ടുണ്ട്. ബാപ്പു മേരി നസർമേ, എന്റെ കാഴ്ചപ്പാടിലെ മഹാത്മാഗാന്ധി. ബാപ്പു മേരി നസർമേ. മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇങ്ങനൊരു പുസ്തകം എഴുതാരെന്നറിയോ? ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്, എപ്പോഴും ബാപ്പു ബാപ്പു എന്ന് വിളിച്ച് കൂടെ നടക്കുന്നയാളാണ് ജവഹർലാൽ നെഹ്റു. ആരാ? ഓക്കെ. മഹാത്മാഗാന്ധിയുടെ ആത്മീയ പിൻഗാമി ആരാ? ആരാണ്? ആചാര്യ വിനോബ ഭാവെ. ശരിയായ ഉത്തരവാണ്. ഗാന്ധിയുടെ രാഷ്ട്രീയ പിൻഗാമിയോ? ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധി ആൻഡ് അനാർക്കി ആരുടെ പുസ്തകം? സർ സി ശങ്കരൻ നായരാണ് ഗാന്ധി ആൻഡ് അനാർക്കി എഴുതിയത്. ശരിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ച ഒരാളുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കെ കേളപ്പൻ. ആരാ? കെ കേളപ്പൻ. ഓക്കെ. ആഫ്രിക്കൻ ഗാന്ധി ആരാന്നറിയോ? നെൽസൺ മണ്ടേല. കെന്നത്ത് കൗണ്ട. സൗത്ത് ആഫ്രിക്കൻ ഗാന്ധിയാണ് നെൽസൺ മണ്ടേല. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട. ഓക്കെ. ആഫ്രിക്കൻ ഗാന്ധി ആരാണ്? കെന്നത്ത് കൗണ്ട. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗാന്ധി പറഞ്ഞിട്ട് നിരാഹാരം അവസാനിപ്പിച്ചാൽ കെ കേളപ്പൻ. എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ. ഓക്കെ. ജവഹർലാൽ നെഹ്റു ഗാന്ധിയെ കുറിച്ച് എഴുതി ഏത് കൃതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞേ? എന്റെ കാഴ്ചപ്പാടിലെ ബാപ്പുജി. ബാപ്പു മേരി നസർമേ. ബാപ്പു മേരി നസർമേ. ഓക്കെ. ഗാന്ധി ഏറ്റവും കൂടുതൽ തവണ ജയിലിൽ കടന്നത് നിനക്കറിയാം? യർവാദ ജയിൽ. ഗാന്ധി വെടിയേറ്റ് വീണ ബിർള മന്ദിരത്തിന്റെ ഇപ്പോഴത്തെ പേര്? ഗാന്ധി സ്മൃതി. ഹരിജൻ എന്ന പത്രം ഏത് ഭാഷയിൽ? ഇംഗ്ലീഷ്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിയെ കുറിച്ച് ജവഹർലാൽ നെഹ്റുവിന് നമ്മൾ പരാമർശിച്ച പുസ്തകത്തിന്റെ പേര് ബാപ്പു മേരി നസർമേ. ബാപ്പു മേരി നസർമേ.